രാഹുൽ വിഷയം ഞങ്ങളുടെ അടഞ്ഞ ചാപ്റ്ററാണ്. ഈ രാഹുൽ നിന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ KSUവിന്റെ ജില്ലാ സെക്രട്ടറിയാണ് സ്വീകരിച്ച ഏട്ടനാണെന്നൊക്കെ, അത് നല്ലൊരു മെസ്സേജ് ആണോ ഇത്തരത്തിൽ? അതൊക്കെ പ്രാദേശികമായിട്ട് ജില്ലാതലത്തിൽ തീരുമാനിക്കട്ടെ. DCCക്ക് അറിയാൻ ആരൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ. സ്ഥാനാർത്ഥി ഇപ്പോൾ ഏത് വോട്ടർ വന്നാലും സ്ഥാനാർത്ഥികൾ കൂടെ ചെല്ലും. അല്ല, KSUവിന്റെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു വ്യക്തി അത് രാഹുൽ മാങ്കൂട്ടത്തിന് ആനയിച്ച് കൊണ്ടുവരിക ഏട്ടനാണെന്ന് പറയാം, അതൊരു നല്ല മെസ്സേജാണോ? സ്വീകരണം കൊടുക്കുക. അല്ല, പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ ഒരാളെ കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. രാഹുലിന്റെ വ്യക്തിപരമായ തീരുമാനം എന്നാണല്ലോ പാർട്ടി പറഞ്ഞത്. അതെ, കാരണം പുറത്താക്കി ഒരാളെ എന്താ രാജിവെക്കാൻ പറയാൻ പറ്റും? ഞങ്ങൾ പുറത്താക്കി പാർട്ടി. സെക്രട്ടറി ചെയ്തതിനെ കുറിച്ചാണ് അത് KSUവിന്റെ സംസ്ഥാന നേതൃത്വമാണ് തീരുമാനം എടുക്കേണ്ടത്. നടപടി വേണമെന്നില്ല. അല്ല, അതൊക്കെ KSUവിന്റെ ഒരു പോഷക സംഘടനയാണ്. പോഷക സംഘടനയ്ക്ക് അധ്യക്ഷനും നാഥനും ഉണ്ട്. അത് അവർ തീരുമാനിച്ചോട്ടെ. രാഹുൽ വിഷയം ഞങ്ങളുടെ അടഞ്ഞ ചാപ്റ്ററാണ്. ഈ രാഹുൽ നിന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. സ്വരങ്ങൾ പാർട്ടിക്ക് പുറത്തുള്ള ഒരാളെ കുറിച്ച് എന്താ സ്വരം? എല്ലാവർക്കും ഒരേ സ്വരം തന്നെയാണ്. എല്ലാവരും ഒരേ സ്വരത്തിലാണ് പുറത്താക്കാൻ തീരുമാനിച്ചത്. ഇനി അതിനെക്കുറിച്ചൊരു കൂടുതൽ ചർച്ചയിലേക്ക് പോകണമെന്ന് ചിലർക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇന്നലെ മുഖ്യമന്ത്രി ഒരു വാചകം പറഞ്ഞു, അത് അദ്ദേഹത്തിൻ്റെ അന്തസ്സിന് ചേരാത്ത സ്ത്രീലംബടന്മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഇടത്തെ പോക്കറ്റിൽ 75 വയസ്സ് കഴിഞ്ഞ ഒരു വിദ്വാനുമുണ്ട്. ഞാൻ ആ പേര് ഞാൻ വിളിക്കുന്നില്ല. 75 വയസ്സ് കഴിഞ്ഞ മുൻ MLA ഒരു യുവതിയായിട്ടുള്ള സംവിധായകൻ കയറി പിടിച്ചു. എന്നിട്ടാണ് ഒരു എളുപ്പവും കൂടാതെ മറ്റുള്ളവരെ കയറി ഓരോന്ന് വിളിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ അന്തസ്സിന് ചേർന്നതല്ലാന്ന് എനിക്ക് പറഞ്ഞത്. വേറൊരു MLA ഇതേപോലെയുള്ള ഒരു MLAനെ വലത്തെ ഭാഗത്തും വെച്ചിരിക്കുക. എന്നിട്ടാണ് മറ്റുള്ളവരെ ചീത്ത വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുടെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്തുകൊണ്ട് ഈ ഒരു സംവിധായകൻ എന്ന് പറഞ്ഞാൽ ആരാ? 2 തവണ MLA ആയിരുന്നു, 3 തവണ LDF സ്ഥാനാർത്ഥിയായിരുന്നു. അങ്ങനെ ഒരാളാണ് സ്വന്തം മകളാൻ പ്രായമുള്ള ഒരു സംവിധായകനെ കയറി പിടിച്ചത്. അതിനെക്കുറിച്ച് സമൂഹം ചർച്ച ചെയ്യുന്നില്ലല്ലോ. ഞങ്ങൾ പുറത്താക്കിയ ഒരാളെ കുറിച്ചാണ് എല്ലാ ദിവസവും വാർത്ത.